6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് സമ്മേളിക്കും. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിലുണ്ടാകും. ചർച്ചയിൽ പ്രതിപക്ഷം സഹകരിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം വോട്ടർ പട്ടിക വിഷയത്തിലെ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പാർലമെന്റിന്റെ നടപടികൾ തുടങ്ങുമ്പോൾ ഒരു അഭിനന്ദനമുണ്ട്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിനോട് സഹകരിക്കാതിരിക്കില്ല. അതേസമയം അവരുടേതായ ചില ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഈ വോട്ടർ അധികാർ റാലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇന്ന് സഭയിലുണ്ടാവുക? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. കഴിഞ്ഞ 18 ദിവസമായി പാർലമെന്റിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നും സമ്മേളിക്കുന്ന ഘട്ടത്തിലും ഈ ഒരു പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ വോട്ടധികാർ യാത്ര പുരോഗമിക്കുന്നു. എന്നാൽ പാർലമെന്റിലും ആ പ്രതിഷേധം തുടരുക. രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ എത്തില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. മറ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം തുടരും. അത് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി മകരകവാടത്തിലും പാർലമെന്റ് സമ്മേളിച്ചാൽ സഭകളിലും ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി ഇന്ത്യ സഖ്യത്തിന്റെ സഭാകക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട് പാർലമെന്റ് കെട്ടിടത്തിൽ തന്നെ. ആ ഒരു യോഗത്തിലായിരിക്കും തുടർ പ്രതിഷേധങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കുക. പ്രത്യേകിച്ചും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ഈ സഭാകക്ഷി നേതാക്കളുടെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം എന്നുള്ളത് ബഹിരാകാശ നിലയത്തിലെ യാത്ര പൂർത്തിയാക്കി വന്ന ശുഭാംശു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഇന്ന് ലോക്സഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ലോക്സഭയിലെ ഏറ്റവും അവസാനത്തെ ഐറ്റമായാണ് ഈ ഒരു ചർച്ച ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വികസിത ഭാരതത്തിനായി ബഹിരാകാശ പരിപാടിയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രികൻ നിർണായകമായ പങ്ക് എന്നുള്ളതാണ് വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ എന്നാൽ സഹകരിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനവും ഇന്ന് നടക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സഭാകക്ഷി നേതാക്കളുടെ യോഗത്തിലായിരിക്കും ഉണ്ടാകുക. അതേസമയം മറ്റ് എല്ലാ പരിപാടികളിലും ഘട്ടത്തിലും ശക്തമായ പ്രതിഷേധം തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഇതുവരെയും നിശ്ചയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, റീജി. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റ് ചേരാൻ പോവുകയാണ്. പ്രതിപക്ഷം പ്രതിഷേധം തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ശുഭാംശു ശുക്ലയ്ക്ക് അഭിനന്ദനം നേരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാകും പ്രതിപക്ഷം, അതിനോട് സഹകരിക്കും പ്രതിപക്ഷം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.